നമ്മൾ വീണ്ടും മഴ വാർത്തകളിലേക്ക് തിരിച്ചു പോകുന്നു. കണ്ണൂരിൽ മഴ തുടരുകയാണ്. മട്ടന്നൂർ കാരാക്കനാലിന്റെ ഭിത്തി ഇടിഞ്ഞിരിക്കുന്നു. 2 വീടുകളിൽ വെള്ളം കയറി. സമീപത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മുഹമ്മദ് സൈഫുള്ള അതിന്റെ വിശദാംശങ്ങൾ നൽകും. സൈഫു, വലിയ ശക്തമായ മഴയാണോ ആ ഭാഗങ്ങളിൽ പെയ്യുന്നത്? ഈ മട്ടന്നൂർ കാരാക്കനാലിന്റെ ഭിത്തി ഇടിഞ്ഞതുകൊണ്ട് സമീപ പ്രദേശങ്ങളിൽ എത്ര വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? സൈഫു, ഇന്നലെ രാത്രി പ്രദേശത്ത് കനത്ത മഴയുണ്ടായിരുന്നു. ആ മഴയിലാണ് കാരാക്കനാലിന്റെ ഭിത്തി ഇടിഞ്ഞത്. ഇതേ തുടർന്ന് പ്രദേശത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. 2 വീടുകളിലാണ് വെള്ളം എത്തിയത്. പക്ഷേ മറ്റു വീടുകളിൽ വെള്ളം കയറാനുള്ള സാധ്യത കണക്കിലെടുത്ത് 5ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. റോഡുകളിലും ഒക്കെ വെള്ളം കയറിയ അവസ്ഥയിലാണ്. ചില മണ്ണിട്ട റോഡുകളൊക്കെ തകർന്നിട്ടുമുണ്ട്. ഈ പഴശ്ശി ഡാമിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണ് കാരാക്കനാലിലൂടെ പോകുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഡാമിന്റെ ഷട്ടറുകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴ അധികമില്ലാത്തതിനാൽ തന്നെ ഷട്ടറുകൾ വീണ്ടും അടച്ചതാണ്. ഇപ്പോൾ കനാലിന്റെ ഭിത്തി ഒരു ഭാഗത്താണ് തകർന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഇനി ഒഴുകി വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് അവിടെ ഇത് തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് നിലവിലിപ്പോൾ വലിയ രീതിയിൽ തന്നെയുള്ള വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. സൈഫു, ശരി, കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് സൈഫുള്ള പങ്കുവച്ചത്.